ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ചൂടൻ സംവാദം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നെവിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അനുമോളുമായിട്ട് ഇപ്പോൾ നെവിൻ അടുത്തിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അനുമോളുടെ മൂട് താങ്ങി നടക്കുന്നയാളാണ് നെവിൻ എന്നുള്ള പ്രസ്താവന വന്നിരിക്കുന്നു. എവിടെ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്? ആരാണിത് പറഞ്ഞിരിക്കുന്നത്? രണ ഫാത്തിമയാണ് ഇത് പ്രത്യക്ഷമായി പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർ, ഗ്രൂപ്പിലുള്ള അക്ബർ, ബിന്നി ഉൾപ്പെടെയുള്ള ആൾക്കാർ നല്ല സപ്പോർട്ടായിട്ട് രണ ഫാത്തിമയുടെ പിൻപിൽ നിൽക്കുകയാണ്. രണയുടെ സംസാരത്തിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, തുടക്കം മുതൽ തന്നെ അനുമോളെ നമ്മൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയതാണ്. ആ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിക്കകത്തേക്ക് നീയും വന്നതാണ്. നീ ഇവിടെ തുറന്നു പറഞ്ഞതാണ്, അനുമോളെ ഇവിടുന്ന് പുറത്താക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടിപ്പോയ ഒരാളാണ്. അങ്ങനെ പോയിട്ട് തിരികെ ബിഗ് ബോസിന്റെ കാല് പിടിച്ച് ഈ വീട്ടിലേക്ക് വന്നു കയറിയ നീ ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ കൂടെ നിൽക്കുന്നു, അനുമോളുടെ മൂട് താങ്ങി നടക്കുന്നു. അത് ശരിയാണോ എന്നുള്ളത് നീ പറയണം. ആ ചോദ്യത്തിന് വളരെ കൃത്യമായൊരു മറുപടി നെവിന് പറയാനില്ല. നെവിന് എന്തൊക്കെയോ പറഞ്ഞ്, നമ്മൾ പറയില്ലേ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന്, അത്തരത്തിലുള്ള മറുപടിയാണ് പറയുന്നത്. അതിന്റെ കാരണം ഈ പറയുന്ന ആരോപണം വളരെ കൃത്യമാണ്. അനുമോൾക്കെതിരെ വളരെ ശക്തമായി നീക്കങ്ങൾ നടത്തുകയും അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ അനുമോൾക്ക് ഫേവറായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം വളരെ കൃത്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്ബർ, രണ ഫാത്തിമ, ബിന്നി, ആര്യൻ, ജിസൈൽ ഇവരുൾപ്പെടുന്ന ഈ ഗ്രൂപ്പ് തീരുമാനിക്കും അവിടെയുള്ള മറ്റുള്ള വ്യക്തികൾ എങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ളത്. അതായത് ഒന്നുകിൽ അവരുടെ കൂടെ കൂടണം, അവരുടെ കൂടെ കൂടിയിട്ട് അവർ പറയുന്ന രീതിയിൽ ഇവർ ഗെയിം കളിച്ച് മുൻപോട്ട് പോകണം. അതിന് ഓപ്പോസിറ്റായിട്ട് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ പറയുകയോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സ്ട്രാറ്റജി മെനഞ്ഞ് ഗെയിം കളിക്കുകയോ ചെയ്താൽ അവരെ ആക്രമിക്കുക, ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഈ ടീമിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, അവരുടെ സ്ട്രാറ്റജിയിൽ കുറച്ചു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അനുമോളെ ആക്രമിക്കരുത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ ആക്രമിക്കുക, അങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അനുമോളെ തന്നെ അവർ ടാർഗറ്റ് ചെയ്ത് മുൻപോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ നെവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നെവിനോട് പറയുന്നു, നീ ഇപ്പോൾ അനുമോളുടെ മൂട് താങ്ങി നടക്കുകയല്ലേ? അന്നേരം നെവിൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നീ ഇവിടെ വന്നു കയറിയ സമയം മുതൽ അക്ബറിന്റെ മൂട് താങ്ങി നടക്കുകയല്ലേ? അതെന്റെ ഇഷ്ടം. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ്? അങ്ങനെയാണെങ്കിൽ അനുമോളുടെ മൂട് താങ്ങുന്നത് എൻ്റെ ഇഷ്ടം, എനിക്കിപ്പോഴങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാനും അത് ചെയ്യും. നിനക്കെന്താണ് അതിന്? ഇത് നെവിനും പറയുന്നു. സത്യത്തിൽ നെവിന് എന്താണ് സംഭവിച്ചത്? നെവിനിപ്പോൾ വൈൽഡ് കാർഡ് പുറത്തുനിന്ന് വന്ന് അകത്ത് കയറി, അതിനുശേഷം അനുമോൾക്ക് മാരകമായൊരു സപ്പോർട്ട്, നല്ലൊരു ഫാൻ ബേസ് പുറത്തുണ്ട് എന്നുള്ള ആ ഒരു വിവരം കിട്ടി. അങ്ങനെ ഒരു വിവരം കിട്ടിയത് കൊണ്ട് താനിപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് എന്ന് പറയുന്നവരാണ് അധികം ആൾക്കാരും. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഞാനത് അത്രത്തോളം കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ആ വീട്ടിൽ നിന്നും നെവിൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുറത്തു പോയതിനു ശേഷം അടുത്ത ദിവസം നെവിൻ അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറിയ ആ നിമിഷം മുതൽ തന്നെ അനുമോളോടുള്ള അയാളുടെ മനോഭാവത്തിന് മാറ്റം സംഭവിച്ചു. അനുമോളോട് വളരെ മൃദു സമീപനം അദ്ദേഹം എടുക്കുവാൻ തുടങ്ങി. അത് താൻ തുറന്നു പറയുകയും ചെയ്തു. അതിനുശേഷമാണ് വൈൽഡ് കാർഡൊക്കെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ വീട് വിട്ട് പെട്ടെന്നുള്ള വികാരാവേശത്താൽ ഇറങ്ങി ഓടിപ്പോയൊരു മനുഷ്യൻ ഒരു രാത്രി ഒരു സീക്രട്ട് റൂം പോലെയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും താമസിച്ചിട്ട് അദ്ദേഹം അടുത്ത ദിവസം കയറി വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണ്? അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പടവാള ഓങ്ങിയിട്ട് പോയ വ്യക്തി തിരികെ അകത്തേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അനുമോളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു, അതുകൊണ്ട് ഞാൻ ഇനി അനുമോൾക്കൊപ്പം നിൽക്കും എന്ന് പറയാൻ തക്കവണ്ണം പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അനുമോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു ക്ലാരിറ്റിയും ഒന്നിനെക്കുറിച്ചും കൊടുത്തിട്ടുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? പഴയ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സീക്രട്ട് റൂം എന്ന് പറയുന്നൊരു സംഭവം. സീക്രട്ട് റൂമിനകത്തേക്ക് ഒരു വ്യക്തിയെ മാറ്റും. അങ്ങനെ മാറ്റുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന വ്യക്തിയെ വീട്ടിലുള്ളവർക്ക് കാണാൻ കഴിയില്ലെങ്കിലും അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് വീട്ടിലുള്ള ആൾക്കാരുടെ ഓരോ ചലനങ്ങളും സംസാര രീതികളും നീക്കങ്ങളും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ പ്രേക്ഷകരെ കാണിച്ചിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള ഒരു സീക്രട്ട് റൂം ഒരുക്കി കൊടുത്തിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ മറ്റ് കണ്ടസ്റ്റൻസ് ഈ സമയത്ത് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് അവരുടെ ചർച്ചകൾ, ഇത് ബിഗ് ബോസ് ഒരു പക്ഷേ നെവിനെ കാണിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പറയാൻ കാരണം, വീട് വിട്ട് നെവിൻ പുറത്തേക്ക് പോകുന്നു.
പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള സകല വ്യക്തികളും ഞെട്ടി നിൽക്കുകയാണ്. ചിലർ ക്യാമറയുടെ മുമ്പിൽ പോയി കരഞ്ഞ് നെവിനെ മടക്കി കൊണ്ടുവരണമെന്ന് പറയുന്നു. ഒരുമിച്ച് ഗ്രൂപ്പ് മീറ്റിംഗ് ചേരുന്നു. എന്നിട്ട് നെവിന് വീണ്ടും ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ബിഗ് ബോസിനോട് പോയി അപേക്ഷിക്കുന്നു. നെവിൻ ഒരു പ്യുവർ സോൾ ആയിരുന്നു, നെവിനായിരുന്നു ശരി, അനുമോൾ 100% ഫേക്കാണ്, ഇതൊക്കെ പറഞ്ഞ് അനുമോളെ ആക്രമിക്കുകയും നെവിന് വേണ്ടി ഇവരെല്ലാവരും മുതലക്കണ്ണീർ ഒഴുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ചില മിനിറ്റുകളോ അല്ലെങ്കിൽ 1-2 മണിക്കൂറുകളോ മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ. അതിനുശേഷം അവിടെ നടന്ന പല സ്വകാര്യ സംഭാഷണങ്ങളിലും നെവിൻ പുറത്തു പോയത് നന്നായി എന്ന രീതിയിലായിരുന്നു. അതുമാത്രവുമല്ല, നെവിൻ അടുത്ത ദിവസം മടങ്ങി വന്നപ്പോൾ എല്ലാവരും ഷോക്കേറ്റതുപോലെ നിന്നു. മാത്രവുമല്ല, ഇന്നലെ നെവിന് വേണ്ടി കണ്ണീരൊഴുക്കിയ ആൾക്കാർ പലരും നെവിനെ പരിഹസിക്കുവാൻ തുടങ്ങി, പുച്ഛിക്കുവാൻ തുടങ്ങി. നീ ആണായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും തിരിച്ചു വരില്ലായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും കൊട്ടേഷനുകൾ അടിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ, അത് കേട്ടപ്പോൾ നെവിന് മനസ്സിലായി ഇവരൊക്കെ പക്ക ഫേക്ക് ആൾക്കാരാണ്, നിലപാടില്ലാത്തവരാണ്. ഇവർ ഇന്നലെ കാണിച്ച സ്നേഹവും ആ കണ്ണുനീരുമൊക്കെ വെറും കാപട്യം മാത്രമായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ നെവിൻ ആ ഗ്രൂപ്പുമായി മെല്ലെ അകലം പാലിക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് വൈൽഡ് കാർഡുകൾ വരുന്നത്. അവർ വന്നിട്ട് പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ നെവിനെ സംബന്ധിച്ചിടത്തോളം അയാളും അവിടുത്തെ ഗെയിമർ തന്നെയല്ലേ. അയാൾ വന്നിരിക്കുന്നത് ഗ്രൂപ്പിന് വേണ്ടി കളിക്കുവാനല്ല, അയാൾക്ക് വേണ്ടി കളിക്കുവാനാണ്. അയാളുടെ ലക്ഷ്യവും കപ്പ് തന്നെയാണ്. മടങ്ങി വന്നതിന് ശേഷം അയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ കപ്പ് തന്നെയാണ് എൻ്റെ ലക്ഷ്യം, ഞാനത് ഉയർത്തിയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പ് കളിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഗ്രൂപ്പിനെതിരായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ ഇവരുടെ കണ്ണിന് അനഭിമതരായി മാറും, അവരാക്രമിക്കപ്പെടേണ്ട വ്യക്തികളായി മാറും. ഇപ്പോൾ രാവിലെ ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഗ്രൂപ്പ് വിട്ടു പുറത്തുപോയി. അതുമാത്രവുമല്ല, ഇതുവരെ ഇല്ലാതിരുന്നൊരു ചെങ്ങാത്തം അനുമോളുമായിട്ടുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഇനി മുതൽ അനുമോളുടെ മൂഡ് താങ്ങുകയാണ്. നീ നിലപാടില്ലാത്തവനാണ്, നീ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവരാണ് തീരുമാനിക്കുന്നത് അവിടെ ഓരോ ആൾക്കാരും എങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ളത്. ഇവരുടെ ഗെയിമാണ് ഏറ്റവും നല്ലത്, ഇവരുടെ സ്ട്രാറ്റജിയാണ് ഏറ്റവും നല്ലത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട ആൾക്കാരെ ഇവരാദ്യം ബോധവൽക്കരിക്കുവാൻ ശ്രമിക്കും. അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീട് ഗ്രൂപ്പിന് ഇഷ്ടമല്ലാത്തവരായി മാറും, ആക്രമിക്കപ്പെടേണ്ടവരായി മാറും. അതുകൊണ്ട് തന്നെ രാവിലെ വളഞ്ഞിട്ടുള്ള ആക്രമണം അവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മുൻപ് അയാൾ അനുമോൾക്കെതിരെയായിരുന്നു, ഇപ്പോൾ അനുമോളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറിയിരിക്കുന്നു. അത് ശരിയായ നടപടിയല്ല. ഒരിക്കൽ ഒരാളെ ശത്രുവാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ ആജീവനാന്തം ശത്രു തന്നെ ആയിരിക്കണം. ഒരിക്കൽ ഒരാൾക്കെതിരെ ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം. ആ നിലപാട് മാറിയാൽ അതോടുകൂടി ഈ വ്യക്തി ഒരു നല്ല ഗെയിമർ അല്ല എന്നും കാശിന് കൊള്ളാത്തവനാണെന്നും വാക്കിന് വിലയില്ലാത്തവനാണെന്നും ഒക്കെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കളയും. എന്നാൽ ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് നിലപാട് എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പായി പോയത് കൊണ്ട് മാത്രം ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളുടെയും തെറ്റുകളെ കണ്ടില്ല എന്ന് നടിക്കുന്നു. ജിസയിലും ആര്യനും തമ്മിൽ എന്തോ ഉണ്ട്, അത് ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറം എന്തോ ഒരു സംഭവമാണ്. ഇത് ഡോക്ടർ ബിന്നിയും രണ ഫാത്തിമയും തമ്മിൽ പറഞ്ഞു വെച്ച വാക്കുകളാണ്. എത്ര നേരമായിരുന്നു ആ ചർച്ച നടന്നത്? ആ ചർച്ചയ്ക്കൊടുവിൽ ആര്യനെ ഇപ്പോൾ എനിക്ക് കാണുന്നത് കലിയാണ്, എനിക്ക് ഇഷ്ടമേ അല്ല അവനെ എന്ന് പറഞ്ഞതാണ് ഡോക്ടർ ബിന്നി. പക്ഷേ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ട് മുഖത്ത് നോക്കി പറയില്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ഗ്രൂപ്പിന്റെ സമവാക്യങ്ങൾക്ക് എതിരാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഗ്രൂപ്പിലെ ആളായതുകൊണ്ട് മാത്രം സംരക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഈ ആൾക്കാർ, അവരുടെ നിലപാടാണ് കൃത്യമായിട്ടുള്ള നിലപാട്. ഇത് ഏത് സ്റ്റാൻഡാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു നിലപാടും യാതൊരു നെറിയുമില്ലാത്ത ആൾക്കാരാണ് നെവിനെ പിടിച്ചിട്ട് നിലപാട് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, ഗെയിം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.